നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിസ്കരിക്കുകയാണ്. നിസ്കാരം കൊണ്ട് നമ്മൾ കരുതുന്നത് എന്താ വെച്ചാൽ ആ നിസ്കാരം അങ്ങോട്ട് കഴിക്കണം എങ്ങനെയെങ്കിലും, കഴിച്ച സമാധാനമായി ആടാട് വേഗം അതാണ് കഴിക്കുക. അടുത്ത പരിപാടി നേരെ മറിച്ച് നമ്മൾ ബിരിയാണി അങ്ങനെ പറയില്ല, അത് കഴിക്കുക എന്ന് പറയാം. അത് കഴിക്കാനുള്ള താല്പര്യമില്ല, അത് കഴിക്കലാണ്. ഫുഡൊക്കെ നമ്മൾ എല്ലാം അടിച്ചു വിടുകയാണ്. ഇതൊരു ബാധ്യത, ലോണൊക്കെ അടക്കണ പോലെ. ആ നമ്മളെ ഒരു ഉസ്താദിൻ്റെ പാട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഭ്രാന്തായാലും ദുസുഖം എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് നിസ്കാരം, നോമ്പജ്ജ്, സക്കാത്തും അടവില്ല. ഇതൊന്നും അടവല്ല, നമുക്കിതൊക്കെ അടവാണ്. ഒക്കെ അടച്ചു തീർക്കണം. ലോണൊക്കെ അങ്ങനെ ബാധ്യതയാണല്ലോ, അതുകൊണ്ട് അടച്ചു തീർക്കണം. ഞാൻ പക്ഷേ ഫുഡ് അടിച്ചു തീർക്കുകയുള്ളൂ, അടച്ചു തീർക്കില്ലല്ലോ, അടിച്ചു തീർക്കല്ലേ. അപ്പോൾ ഇത് ആസ്വദിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇതെനിക്ക് ചെയ്യേണ്ട ഒരു മിഠായി എൻ്റെ ബാഗിലുണ്ടെങ്കിൽ അതെനിക്ക് തിന്നാണ്ടല്ലോ എന്നുള്ളൊരു ആസ്വാദനം ഉണ്ടല്ലോ. ബസർ എനിക്ക് നിസ്കരിക്കാണ്ട്, മഗ്‌രിബ് എനിക്ക് നിസ്കരിക്കാണ്ട് എന്നുള്ള ആസ്വാദനം ഇത് എങ്ങനെയെങ്കിലും ഉണ്ട് പണ്ടാറൻ പേടിക്കുക ആൾക്കാർ പ്രപഞ്ചനാഥൻ്റെ മുന്നിൽ നമസ്കരിക്കലാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ കൂടുതലും ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ നമ്മുടെ ഓരോ റുക്കുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനിടയിൽ പറയുന്ന ആ അറബിക് ഇത് മറ്റവർക്ക് കേൾക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിങ്ങനെ പറയണം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ്. അർത്ഥം മനസ്സിലാക്കുക എന്നതിനേക്കാൾ ഉപരി ആ അർത്ഥം ഉൾക്കൊണ്ട് അത് ആ ഇതിൽ നിൽക്കുമ്പോഴേ അത് ഫീൽ ചെയ്യുള്ളൂ, അല്ലേ? ഇപ്പം നമ്മുടെ സുജൂത്തുകൾ, റുക്കുകൾ അതെന്തിനായിരുന്നു എന്നുള്ള എൻ്റെ അന്വേഷണം ഉണ്ടായി. എന്നെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഉത്തരവുണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. അതെ, അതൊരു കാര്യമല്ലേ? അതായത് നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ നമ്മൾ ആരുടെ മുന്നിലാണ് കിടക്കുന്നത്, നമ്മൾ റുക്കുവിൽ നിൽക്കുന്ന സമയത്തും എന്താണ് ചെയ്യുന്നത്, അല്ലേ? അത് ഭയങ്കര വലിയ ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിനെ ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനം ക്ലിയർ ആവും. നിസ്കാരം നിർബന്ധമാവും. ആർക്ക്? ദൈവത്തിനല്ല, നമുക്ക്. നമ്മൾ രാവിലെ പറയും എനിക്ക് ചായ നിർബന്ധമാണ്, രാവിലെ കട്ട ചായ നിർബന്ധമാണ്. അത് ഫീൽ ചെയ്യുമ്പോഴാണ്. ഞാൻ ഏതൊരു പ്രാർത്ഥനയും നമ്മൾ ഫീൽ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ദ എക്സസൈസ്. അതൊരു എക്സസൈസ് നമ്മൾ ഇതിൽപ്പെടുത്താൻ പറ്റും, ബോഡിയിലെ മൊമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതൊരാളെ ഞാൻ മനസ്സിലാക്കുന്ന ഒരാളെ നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് അവനവന് തോന്നി അവനവന് നിർബന്ധം. നിസ്കാരം നിർബന്ധമാണ്. ഇതാണ് അവനവന് നിർബന്ധം. എനിക്ക് നിർബന്ധം, എനിക്കില്ല കഴിയൂല. ചില ആൾക്കാർ പറയും എനിക്കത് നിർബന്ധമാണ്, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കണം, നിർബന്ധമാണ് വേറെ ആളിൻ്റെ കൂടെ എടുക്കാൻ. അവൻ്റെ ആവശ്യമാണ്, അങ്ങനെ അവൻ അതിന് അടിമപ്പെടുകയാണ്.